ദാവത്ത് ചെയ്യുമ്പോൾ മുൻഗണനാക്രമം ശ്രദ്ധിക്കണം. എന്തിലേക്കാണ് ദാവത്ത് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. ആരെയാണ് ദാവത്ത് ചെയ്യുന്നത് എന്നതുപോലെ തന്നെ പ്രധാനമാണ് എന്തിലേക്കാണ് എന്നുള്ളത്. ഇന്ന് സമൂഹം അധപ്പതനത്തിൽ നിന്നും അധപ്പതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ലഹരിയിൽ ഒരുപാട് പേർ, ശിർക്കിലും കുഫറിലും വേറെ ഒരുപാട് പേർ, അങ്ങനെ വ്യത്യസ്ത ദുർമാർഗങ്ങളിൽ തെരഞ്ഞെടുത്തുകൊണ്ട് സമൂഹം പോയിക്കൊണ്ടിരിക്കുമ്പോൾ നാം ക്ഷണിക്കേണ്ടത് എന്തിലേക്ക് എന്നുള്ളത് നാം ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് പ്രബോധകർ എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന പലരും ദാവത്തിൻ്റെ അടിസ്ഥാനം മറന്നുകൊണ്ടുള്ള പ്രബോധനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രവാചകന്മാരുടെ ദാവത്ത് വിട്ടുകൊണ്ടുള്ള പ്രബോധനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ദാവത്ത് ചെയ്യേണ്ടത് തൗഹീദിലേക്കാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കാണ്, അള്ളാഹുവിലേക്കാണ്. അതാണ് പ്രവാചകന്മാരുടെ ദാവത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ യമനിലേക്ക് ദായിയായിട്ട് നിയോഗിച്ചയച്ചപ്പോൾ, പറഞ്ഞയച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്നക തഖ്ദമു അലാ ഖൗമിൻ അഹ്ലി കിതാബിൻ ഫൽയകുൻ അവ്വല മാ തദ്ഉഹും ഇലൈഹിം ഷഹാദതൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ പോകുന്നത് വേദഗ്രന്ഥം നൽകപ്പെട്ട അഹ്ലി കിതാബിലേക്കാണ്. ഫൽതകുൻ അവ്വല മാ തദ്ഉഹും ഇലൈഹി, നീ ക്ഷണിക്കുന്ന ആദ്യത്തേത് ഷഹാദത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയാവട്ടെ. അതവർ അംഗീകരിച്ചാൽ നീ അടുത്ത നിസ്കാരം പറഞ്ഞു കൊടുക്കുക, അതവർ അംഗീകരിച്ചാൽ അവർക്ക് സക്കാത്ത് ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയാണ് മുൻഗണനാക്രമം. ആദ്യം ദാവത്ത് ചെയ്യേണ്ടത് എന്തിലേക്കാണ്, ആദ്യം തിരുത്തേണ്ടത് എന്തിലേക്കാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് നല്ല ബോധമുണ്ടാകണം. ഇൻഷാ അല്ലാഹ് അതൊക്കെ നിങ്ങൾക്ക് ദാവരംഗത്ത് ഇറങ്ങുമ്പോൾ തിരിയുന്ന കാര്യങ്ങളാണ്. പലരും ദാവത്ത് രംഗത്ത് ഇറങ്ങുമ്പോൾ ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല. പലരും പറയാറുള്ളത് തന്നെ തൗഹീദ് കൊണ്ടണ്ട, തൗഹീദ് പറഞ്ഞാലാണ് ഉമ്മത്ത് ഭിന്നിക്കുക, ശിർക്കിനെതിരെ പറയണ്ട, ശിർക്കിനെതിരെ പറഞ്ഞാലാണ് ഉമ്മത്ത് ഭിന്നിക്കുക, സുന്നത്തും ബിദഅത്തൊന്നും പറയണ്ട. നമ്മളൊക്കെ ഐക്യപ്പെടണം. തൗഹീദിലാണ് നമ്മൾ ഐക്യപ്പെടേണ്ടത്. ശിർക്കിൻ്റെ പേരിലാണ് നമ്മൾ ഭിന്നിക്കേണ്ടത്, സുന്നത്തിലാണ് നമ്മൾ ഐക്യപ്പെടേണ്ടത്. ബിദഅത്തിൻ്റെ പേരിലാണ് നമ്മൾ ഭിന്നിക്കേണ്ടത്. ബിദഅത്തിൻ്റെ പേരിൽ ഐക്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഐക്യം നമുക്ക് വേണ്ട. ശിർക്കില്ലാതെ, ശിർക്കിനെതിരെ സംസാരിക്കാത്ത, തൗഹീദിന് വേണ്ടി ശബ്ദിക്കാത്തൊരു ഐക്യം നമുക്ക് വേണ്ട. ആ ഐക്യത്തെക്കാൾ ഉത്തമം ഒറ്റക്ക് മാറി നിൽക്കല. ഇന്നത്തെ ആൾക്കാർ അങ്ങനെയാണ്. ഓ സലഫികളെ, നിങ്ങൾ തൗഹീദി പ്രഭാഷണം ഒന്ന് നിർത്തോ, ഉമ്മത്തിനെ ശിർക്ക് ആരോപിക്കുന്നതൊന്ന് നിർത്തോ, സുന്നത്തിലേക്കുള്ള ക്ഷണമെന്ന് നിർത്തോ, ബിദഅത്ത് ആരോപിക്കുന്നത് നിർത്തോ. ഇന്ത്യ ആരൊക്കെ കൊണ്ടുപോകും? മുസ്ലിമീങ്ങൾ ഛിന്ന ഭിന്നമാകും. ഒറ്റ രാഷ്ട്രീയത്തിൽ, ഒറ്റ ഐക്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. എങ്ങോട്ടാണ് പോകേണ്ടത്? ഈ മുന്നോട്ട് എങ്ങോട്ടേക്കാണ്? നരകത്തിലേക്കാണ്. നമ്മുടെ മുന്നോട്ടുള്ള പോക്ക് സ്വർഗത്തിലേക്കാകണം. അത് തൗഹീദ് കൊണ്ടേ പറ്റൂ, അത് സുന്നത്ത് കൊണ്ടേ പറ്റൂ. ശിർക്ക് കൊണ്ട് പറ്റുകയില്ല, ബിദഅത്ത് കൊണ്ട് പറ്റുകയില്ല. ശിർക്കിൻ്റെ മുന്നോട്ടുള്ള പോക്ക് നരകത്തിലേക്കാണ്, ബിദഅത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് നരകത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ ശിർക്കിൻ്റെ അഹ്ലുകാരോടൊരു സന്ധിയില്ല, ബിദഅത്തിൻ്റെ അഹ്ലുകാരോട് സന്ധിയില്ല, സമരമാണ് അവരോട്. നാം ദഅവത്ത് ചെയ്യേണ്ട തൗഹീദിലേക്കാണ്. ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും നമുക്ക് ദഅവത്ത് ചെയ്യാനുള്ള തൗഹീദിലേക്കാണ്, 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 ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കാണ്. അള്ളാഹു മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിക്കപ്പെടാൻ അർഹൻ. അള്ളാഹ്ക്ക് മാത്രമാണ് നേസ വഴിപാടുകൾ. അള്ളാഹു അല്ലാത്തൊരു വ്യക്തിയോ, അള്ളാഹു അല്ലാത്തൊരു ശക്തിയോ, അള്ളാഹു അല്ലാത്തൊരു വസ്തുവോ ആരാധിക്കപ്പെടാൻ പാടില്ല, സുജൂദ് ചെയ്യപ്പെടാൻ പാടില്ല, വിളിച്ച് പ്രാർത്ഥിക്കപ്പെടാൻ പാടില്ല, ഇസ്തിഗാസ ചെയ്യപ്പെടാൻ പാടില്ല. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ഉറൂസ് നടത്തപ്പെടാൻ പാടില്ല, നേർച്ച വഴിപാടുകൾ ഉണ്ടാകാൻ പാടില്ല, അറുക്കപ്പെടാൻ പാടില്ല. അതിനുവേണ്ടി ജീവൻ കൊടുക്കേണ്ടി വന്നാലും ഈ ആദർശത്തിൽ നിന്നും വിട്ടു നിൽക്കുന്ന പരിപാടിയില്ല. ഈ ആദർശം മാറ്റിവെച്ചുകൊണ്ട് ഒരു ഐക്യവും നമുക്ക് വേണ്ട. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ശരി, ഏത് രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നാലും ശരി, തൗഹീദ് മാറ്റിക്കൊണ്ടുള്ള, അടിസ്ഥാന ആദർശം മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരൈക്യവും നമുക്ക് വേണ്ട. നമുക്ക് ആദ്യത്തെ ദഅവത്ത് തൗഹീദാണ്, ആദ്യത്തെ പ്രഖ്യാപനം തൗഹീദാണ്. തൗഹീദിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്, തൗഹീദിന് വേണ്ടിയേ നമ്മൾ മരിക്കൂ. തൗഹീദിനല്ലാത്തൊരു മരണം, ഒരു രക്തസാക്ഷ്യം നമുക്ക് വേണ്ടതില്ല. അതേപോലെ തന്നെ സുന്നത്തനുസരിച്ചുള്ള ജീവിതമാണ് നമുക്ക് വേണ്ടത്. സുന്നത്താണ് നടപ്പിലാക്കപ്പെടേണ്ടത്. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റപ്പെടണം, ഫോളോ ചെയ്യപ്പെടണം. അതല്ലാത്ത ഒരു ഫോളോ ചെയ്യപ്പെടുന്ന നേതാവ് നമുക്ക് വേണ്ട. ബിദഅത്തുകളോട്, ബിദഅത്തിന്റെ ആൾക്കാരോട് ഒരു സന്ധി, ഒരു ലയനം നമുക്കില്ല. അത് അക്റബുന്നാസായാലും ശരി, ബിദഅകളോടും ബിദഅത്തിന്റെ ആൾക്കാരോടും സന്ധിയില്ലാ സമരമാണ് നമ്മുടെ ദഅവത്ത്. അതങ്ങനെ തന്നെ പോകണം. അതെ, തൗഹീദ് സാക്ഷാത്കരിക്കപ്പെടണം, സുന്നത്ത് സ്ഥാപിക്കപ്പെടണം. തൗഹീദിന്റെയും സുന്നത്തിന്റെയും ഒരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കേണ്ടതുണ്ട്.
അതുകൊണ്ട് പണിയെടുക്കേണ്ട ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും. ഒരുപാട് സഹിക്കേണ്ടി വരും, പലതും ത്യജിക്കേണ്ടി വരും. മക്കളെ, സഹിക്കാനും ത്യജിക്കാനും നമ്മൾ തയ്യാറാകണം. ഒറ്റപ്പെടും, കുറ്റപ്പെടുത്തപ്പെടും, മാറ്റി നിർത്തപ്പെടും. ഒന്നും വിലക്കെടുക്കരുത്, ഒന്നും തന്നെ നമ്മുടെ മനസ്സിൽ കയറ്റരുത്. തൗഹീദിന് വേണ്ടി ശബ്ദിക്കാൻ, സുന്നത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മളാകുന്ന കുറച്ച് സംഘങ്ങൾ മാത്രമേ ഉള്ളൂ. ഭൂരിപക്ഷവും തൗഹീദ് വിഷയമില്ലാത്തവരാണ്, ശിർക്ക് പ്രശ്നമില്ലാത്തവരാണ്, സുന്നത്തിനെ കാര്യമാക്കാത്തവരാണ്, ഹബീബിന്റെ സുന്നത്തിന്റെ മേലെ കരിവാരി തേക്കുന്നവരാണ്. അവിടെ കൂടെ കൂടിയിട്ടൊരു ലയന സമ്മേളനമില്ല, ഒരു ഐക്യമില്ല. ഒറ്റപ്പെട്ടാലും ശരി, കുറ്റപ്പെടുത്തപ്പെട്ടാലും ശരി, ക്രൂശിക്കപ്പെട്ടാലും ശരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ, നിന്റെ കൈ ഛേദിക്കപ്പെട്ടാലും ശരി, നിന്റെ കാല് ഛേദിക്കപ്പെട്ടാലും ശരി, നിന്റെ തല ഛേദിക്കപ്പെട്ടാലും ശരി, നിന്നെ പിടിച്ചൊരു കുരിശിലേറ്റപ്പെട്ടാലും ശരി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ ആദർശത്തിൽ നീ പിന്നോട്ട് പോകാൻ പാടില്ല. അതേ പ്രിയമുള്ളവരെ, അത് തന്നെയാണ് നമ്മുടെ ആദർശം. അതുകൊണ്ട് നമ്മുടെ ഈ ദാവത്ത് തൗഹീദിലേക്കുള്ള ദാവത്താണ്. നമ്മുടെ പഠനം അതിലേക്ക് ക്ഷണിക്കാനുള്ളതാണ്, നമ്മുടെ പ്രവർത്തനം അതിനു വേണ്ടിയുള്ളതാ. അതുകൊണ്ട് തന്നെ ദായി ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ച, റസൂലുള്ള ചെയ്ത, റസൂലുള്ളാഹിക്ക് മുമ്പ് കഴിഞ്ഞു പോയവരെല്ലാം ചെയ്ത ദാവത്ത് ഈ ദാവത്താണ്. ഈ ദാവത്തിന്റെ ദായിമാരാകാൻ, ഈ ദാവത്തിന്റെ ഉത്തരവാദികളാകാൻ, ഈ ദാവത്തിന്റെ ആൾക്കാരാകാൻ നമുക്ക് സാധിക്കണം.